ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സാണ്. ആ ശബ്ദം എന്ന് പറയുന്നത് ഒരു മന്ത്രം പോലെയാണ്. അതിൽ ഒരുപാട് ബാക്ടീരിയയും വൈറസും ഒക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത് നശിച്ചു പോകട്ടെ, എല്ലാവരും സഹകരിക്കണം. എന്തായാലും നമ്മുടെ മഹാനടൻ പറഞ്ഞതല്ലേ, ചത്തുപോ ചത്തുപോ കൊറോണ ചത്തുപോ. ദൈവമേ, കാസർഗോഡ് 5 പേർക്ക് വീണ്ടും കൊറോണ സ്ഥിരീകരിച്ചു. ചത്തുപോ ചത്തുപോ കൊറോണ ചത്തുപോ. ഗുജറാത്തിൽ കൊറോണ ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. കൊറോണ ചാകുന്നില്ലല്ലോ, എന്നാലും ഒരു അടി കൂടി അടിച്ചു നോക്കാം. ചത്തുപോ ചത്തുപോ കൊറോണ ചത്തുപോ. കേരളത്തിലെ 7 ജില്ലകളിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പല ജില്ലകളിലും കർശനമായിട്ടുള്ള നടപടിക്രമങ്ങൾ. കൊറോണയെ തടയാൻ ഇനി എന്ത് ചെയ്യും? മഹാനട, ഇത് വല്ലാത്തൊരു ചതിയായി പോയി. എന്തായാലും പറഞ്ഞതല്ലേ, ഒരിക്കൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. ചത്തുപോ ചത്തുപോ കൊറോണ ചത്തുപോ. സത്യത്തിൽ ഇയാൾക്ക് കിളി പോയിരിക്കുകയാണോ? ഇയാളല്ലേ പറഞ്ഞത് ഫ്ലൈറ്റ് കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ കൊറോണ ചത്തുപോകുമെന്ന്? പക്ഷെ അതല്ലല്ലോ ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഓരോ നിമിഷവും ആളുകളുടെ എണ്ണം കൂടുകയാണല്ലോ. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? മഹാനട, ഇതൊരു കൊലച്ചതി തന്നെയാണ്. ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ കൊറോണ വൈറസുകൾ ചത്തുപോകുമെന്ന് നിങ്ങൾ മനോരമ ന്യൂസിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളോടുള്ള ആരാധന മൂത്ത് ആ കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് പാവങ്ങളുണ്ട്. ആ പാവങ്ങൾ കൊറോണ രോഗികൾക്ക് മുന്നിൽ ഇങ്ങനെ പ്ലേറ്റ് അടിച്ച് പറയുമോ ചത്തുപോ ചത്തുപോ കൊറോണ ചത്തുപോ എന്ന്? എന്തിനാണ് മഹാനട ഇങ്ങനെ വിഡ്ഢിത്തം വിളിച്ചു പറയുന്നത്? സംഘിപ്പാളയത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മോഹൻലാലിൻ്റെ ഭാവത്തിലും അഭിപ്രായത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങളാണ് ജനഹൃദയങ്ങളിൽ നിന്ന് നിങ്ങൾ അകലാനുള്ള കാരണം മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ പരസ്യമായി പറയുന്നു, നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള ആ ബാൽക്കണിയിൽ വന്നിട്ടുള്ള ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒരു പുതിയ രീതിയുണ്ടല്ലോ, അതായത് അഭിനന്ദനം പറയുന്ന ഒരു രീതി. ആ രീതി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൊറോണ വൈറസ് ചത്തുപോകുമെന്നാണ് ഈ മോഹൻലാൽ പറയുന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇത്രേ വിവരമുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മലയാളികൾ ചിന്തിക്കുന്നുള്ളത്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു മികച്ചു നിന്ന ഒരു മഹാനടന് ഇതെന്ത് സംഭവിച്ചു? മലയാളികളുടെ ലാലേട്ടൻ എന്നുള്ള വിളിയിൽ നിന്ന് മോഹൻലാലെ എന്ന വിളിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചത് നിങ്ങളുടെ ഈ കോപ്രായങ്ങൾ തന്നെയാണ്. ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുക. കാരണം നിങ്ങളുടെ ഈ പ്ലേറ്റ് കൂട്ടിയടിച്ചു കഴിഞ്ഞാൽ കൊറോണ വൈറസ് ചത്തുപോകും എന്നുള്ള ഒരു പ്രയോഗമുണ്ടല്ലോ, ആ പ്രയോഗം ഇന്ത്യ രാജ്യത്ത് തന്നെ ചർച്ചയാക്കപ്പെടുമ്പോൾ ഞങ്ങൾ മലയാളികളാണ് നാറുന്നത്. കാരണം നിങ്ങൾ മലയാളികളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു നടനാണ്. മലയാളികൾ നിങ്ങളെ സൂപ്പർ സ്റ്റാർ എന്ന് അറിയാതെ അന്ന് വിളിച്ചുപോയി. ആ വിളിയിൽ മലയാളികൾ ഇന്ന് ഖേദിക്കുന്നുണ്ട്. പക്ഷേ ആ വിളിയിൽ ഇന്ന് ഖേദിക്കുക മാത്രമല്ല, ഇന്ന് മലയാളികൾ കുമ്പസരിക്കുകയാണ്. കാരണം അങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളാണ് ഇന്ന് നിങ്ങൾ മലയാളികൾക്ക് സമ്മാനിക്കുന്നുള്ളത്. ഇതാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംഘിപാളയത്തിൽ പോയി കഴിഞ്ഞാൽ സ്വന്തം വിവരം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മൾ മോഹൻലാലിൽ നിന്ന് കാണുന്നുള്ളത്. എന്തായാലും ഇങ്ങനെയൊരു മണ്ടത്തരം, ഇങ്ങനെയൊരു പൊട്ടത്തരം മോഹൻലാലിൽ നിന്ന് നമ്മളാരും പ്രതീക്ഷിച്ചു കാണില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Podcast.